70% യുവാക്കളും ഒന്നുകിൽ വിദേശത്ത് പഠനത്തിനായി പുറത്തു പോകുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ജോലിക്കായോ പഠനത്തിനായോ പോകുന്നു. അപ്പോൾ എല്ലാവരും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടിലെ സ്വാദ്. അതെ, ഇവിടെയാണ് നമ്മുടെ ബിസിനസ് സാധ്യത. എല്ലാവരും വീട്ടിലെ ഒരു അച്ചാറെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അവിടെയാണ് നമ്മളുടെ അച്ചാർ ബിസിനസിന്റെ സാധ്യതകൾ ഉയർന്നു വരുന്നത്. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് ലാഭകരമായി മാറുന്നത്? നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന അച്ചാറിന്റെ സ്വാദ് തന്നെയാണ് ഇതിന്റെ ഡിമാൻഡ് കൂടാനുള്ള ഏറ്റവും വലിയ കാരണം. ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ ഒരു സ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കാൻ അറിയുന്ന ആരുടെയെങ്കിലോ സഹായം നേടാവുന്നതാണ്. വെറും 5000 രൂപ മുതൽ 15000 രൂപ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അച്ചാർ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. ഒരു അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എന്താണെന്ന് നമുക്ക് കുഞ്ഞുനാൾ മുതൽ അറിയാവുന്നതാണ്. മാങ്ങ അച്ചാറാണോ നാരങ്ങ അച്ചാറാണോ ഏതാണ് ആവശ്യം, അതിനാവശ്യമായ വസ്തുക്കൾ, അതുപോലെ തന്നെ അത് പാക്ക് ചെയ്യാനുള്ള ജാർ എന്നിങ്ങനെ ബേസിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഈ ബിസിനസ് ആരംഭിക്കാം. നിങ്ങൾ ഈ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ പ്രതിമാസം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് 15000 രൂപ മുതൽ 30000 രൂപ വരെ സമ്പാദിക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾ ചെറിയ രീതിയിൽ അയൽവാസികൾക്ക് കൊടുത്തു തുടങ്ങുകയും അതിനുശേഷം നിങ്ങളുടെ അടുത്ത ഷോപ്പുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ ബിസിനസ് ഒരു വലിയ ബിസിനസ് ആക്കി മാറ്റുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ പൈസ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുകിട ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലോണുകൾ സർക്കാരും നൽകുന്നുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.